അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. SKSSF മീഡിയയിലെ നല്ലവരായ ദീനീ പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയുവാനും പകർത്തുവാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തഹ്രീമിൽ അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഖൂ, നിങ്ങൾ സൂക്ഷിക്കുക, അൻഫുസകും, നിങ്ങളുടെ സ്വശരീരങ്ങളെ, വഅഹ്ലീകും, നിങ്ങളുടെ അഹ്ലുകാരുടെ ശരീരങ്ങളെയും, നാറാ, നരകത്തിനെ തൊട്ട് സൂക്ഷിക്കുക. നിങ്ങളുടെ സ്വന്തം ശരീരത്തിനെയും നിങ്ങളുടെ കുടുംബക്കാർ, ഭാര്യ, മക്കൾ, സന്താനങ്ങൾ, ഇവരുടെ ശരീരത്തിനെയും നിങ്ങൾ സൂക്ഷിക്കുക. നാറാ, നരകത്തിനെ തൊട്ട് സൂക്ഷിക്കുക. ആ നരകം എങ്ങനെയുള്ളതെന്നറിയുമോ? വഖൂദുഹന്നാസു വൽ ഹിജാറ. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനമാകുന്നത് അന്നാസു, ജനങ്ങളാണ്, വൽ ഹിജാറ, കല്ലുകളാണ്. കല്ലുകളും ജനങ്ങളുമാണ് ആ നരകത്തിലുള്ള വിറകുകളെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. പിന്നെ എങ്ങനെയുള്ള നരകമെന്നറിയുമോ? അലൈഹാ മലായിക. ആ നരകത്തിന് കാവൽക്കാരായതിൻ്റെ മേൽനോട്ടക്കാരായതിന് ചുറ്റും മലക്കുകളുണ്ട്. ഗിലാളുൻ ഷിദാദ്. എങ്ങനെയുള്ള മാലാഖമാരെന്നറിയുമോ? ഗിലാളുൻ, കടുകട്ടി മനസ്സുള്ള. നമ്മളവിടെ നിന്ന് കേണ് അപേക്ഷിച്ചാൽ അവരുടെ മനസ്സ് അലിഞ്ഞു പോവുകയില്ല. കടുകട്ടി മനസ്സുള്ള, കടുത്ത പരുവരുഷമായ സ്വഭാവമുള്ള മലക്കുകളാണ്. പിന്നെ ഷിദാദുൻ, ശക്തരായ മിടുക്കരായ മലക്കുകളാണ്. എങ്ങനെയെങ്ങാ നരകത്തിലേക്ക് നമ്മെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ പിടഞ്ഞ് കുതറി ഓടി രക്ഷപ്പെടാൻ കഴിയുകയില്ല. കാരണം ഷിദാദുൻ, ശക്തരായ മാലാഖമാരാണ്. ലാ യഅ്സൂനല്ലാഹ മാ അമറഹും. എങ്ങനെയുള്ള മലക്കുകളാ? അവരോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾക്ക് അവർ അല്ലാഹുവിന് എതിര് കാണിക്കുകയില്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ. അവരോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അവർ കൃത്യമായി 100% പ്രവർത്തിക്കുന്നവരാണ്. ആ മലക്കുകളാണ് നരകത്തിൻ്റെ മേൽനോട്ടമുള്ളത്. അതുകൊണ്ട് ആ മലക്കുകളുടെ കരങ്ങളിൽ നിന്ന്, പിടുത്തത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ നരകത്തിനെ തൊട്ട് നമ്മുടെ സ്വന്തം ശരീരത്തിനെയും നമ്മുടെ കുടുംബക്കാരെയും ഭാര്യ സന്താനങ്ങളെയും നരകത്തെ തൊട്ട് സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മോട് സൂറത്ത് തഹ്രീമിലൂടെ മുന്നറിയിപ്പ് നൽകുകയാണ്. മാത്രമല്ല, നരകത്തിൻ്റെ ഭീകരതയും ബീഭത്സതയും അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഫഅൻദർതുകും നാറൻ തലല്ലാ. അതിനാൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന നരകത്തെപ്പറ്റി, ആ നരകാഗ്നിയെപ്പറ്റി ഞാൻ നിങ്ങൾക്കിതാ താക്കീത് നൽകുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്, കട്ടിയാളുന്ന, ആളിക്കത്തുന്ന ആ നരകാഗ്നി, അതിനെപ്പറ്റി നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. മാത്രവുമല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും ഗൗരവമുള്ളതായി നരകത്തിനെ തൊട്ട് കാവൽ തേടാൻ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിനെ തേടുവാനും പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉത്ലുബുൽ ജന്നത ജുഹദകും. നിങ്ങളുടെ അധ്വാനത്തിൻ്റെ അങ്ങേ അറ്റത്ത് അധ്വാനിച്ചു കൊണ്ട് നിങ്ങൾ സ്വർഗത്തെ തേടുക. മാത്രമല്ല, ഉർഹബു മിനന്നാരി ജുഹദകും. അധ്വാനത്തിൻ്റെ അങ്ങേ അറ്റത്ത് അധ്വാനങ്ങൾ അധ്വാനിച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് നിങ്ങൾ മോചനം തേടുകയും ചെയ്യുക. കാരണം ഇനി കേട്ടോ, ഒരാൾ സ്വർഗത്തിനെ തേടുകയും നരകത്തിൽ നിന്ന് കാവൽ തേടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? ഫഇന്നൽ ജന്നത ലാ യനാമു ത്വാലിബുഹാ. തീർച്ചയായിട്ടും സ്വർഗത്തെ തേടുന്നവൻ, അവൻ ലാ യനാമു ത്വാലിബുഹാ, സ്വർഗത്തിനെ തേടുന്നവൻ ഉറങ്ങുകയില്ല.
അന്നന്നാറ ലാ യനാമു ഹാരിബുഹാ, തീർച്ചയായിട്ടും നരകത്തെ തൊട്ട് അഭയം തേടുന്നവൻ, ഓടുന്നവൻ, അവനും ഉറങ്ങുകയില്ല. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക. നരകത്തിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങൾ മുഴുവനുമായി നമ്മൾ എന്താക്കുക, ഒഴിഞ്ഞു ദൂരത്താക്കുക. ആ നരകത്തിൻ്റെ ഭീകരതയും ബീവത്സതയും മനസ്സിലാക്കുവാൻ ഇതാ പരിശുദ്ധ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒറ്റ ഹദീസ് നമ്മൾക്ക് ധാരാളം മതി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളുമായി കൂടിയിരുന്നു കൊണ്ടിരിക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമായിരുന്നു. ഫസമിഅനാ വജബ, ആ സമയത്ത് ഞങ്ങൾക്കൊരു സൗണ്ട് ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ ഫഖാല റസൂലുള്ളാഹി അതദറൂന മാ ഹാദാ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ചോദിച്ചു, ഈ സൗണ്ട്, ഈ ശബ്ദം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഫഖുൽനാ അല്ലാഹു റസൂലുഹു അഅലം, ഞങ്ങൾ പറഞ്ഞു അല്ലാഹും അല്ലാഹുവിൻ്റെ റസൂലും ഏറ്റവും അറിവുള്ളവരാണ്. ഖാല ഹാദാ ഹജറുൻ ഉർസില ഫീ ജഹന്നമ മുൻദു 70 ആമാ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ വിശദീകരണം വന്നു. ഈ സൗണ്ട് 70 കൊല്ലങ്ങൾക്ക് മുമ്പ്, 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് നരകത്തിലേക്ക് ഇട്ട ഒരു കല്ല്, ആ കല്ലിൻ്റെ സൗണ്ടാണിപ്പോൾ കേട്ടത്. അൽ ആന ഇൻതഹ ഇലാ ഖഅരിഹാ, ഇപ്പോഴാണ് ആ കല്ല് നരകത്തിൻ്റെ അടിഭാഗത്തിലേക്ക് എത്തിയത്, അറ്റമായത്. അപ്പോൾ നരകത്തിൻ്റെ എത്രയാണ് ആ അഗ്നികുണ്ഡാരത്തിൻ്റെ ആഴമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ബുദ്ധിയുള്ളവർക്ക് കഴിയും. അട്ടരം ഭീകരവും ബീവത്സവുമായ ആ നരകാഗ്നിയെ തൊട്ട് നമ്മൾ കാവൽ തേടുകയും അതിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും സ്വർഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മാത്രമല്ല, നരകത്തിലിട്ട് കഴിഞ്ഞാൽ ദൗഹുനാലിക സുബൂറാ, നരകത്തിൽ വീട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആളുകൾ വിളിച്ചു പറയുമോ, നാശമേ നാശമേ. ആ സമയത്തതാ ഖുർആൻ പറയുന്നു, ലാ തദഉ സുബൂറൻ വാഹിദ ഉദൂ സുബൂറൻ കസീറാ, ഇന്ന് നിങ്ങൾ ഒരു നാശത്തെ വിളിച്ചു പറയണ്ട, ഒരുപാട് നാശങ്ങളെ നിങ്ങൾ വിളിച്ചു പറയൂ, ധാരാളം നാശങ്ങൾ നിങ്ങൾ വിളിച്ചു പറയൂ എന്ന് അവിടുന്ന് മറുപടി കിട്ടും. അതുകൊണ്ട് ആ നരകത്തെ തൊട്ട് കാക്കുക. അല്ലതീ തത്തലിഉ അലൽ അഫ്ഇദ, ഹൃദയത്തെ കടന്നുകരിക്കുന്ന അഗ്നിയാണ് നരകത്തിൻ്റേത്. അതൊരു മഹാ അഗ്നി തന്നെയാണ്. യസ്ലൻ നാറൽ കുബ്റാ, ഏറ്റവും വലിയ അഗ്നികളെയും കരിച്ചു കളയുന്ന അഗ്നിയാണ് നരകാഗ്നി. അത്രക്കും ഭീകരമാണ്. അതുകൊണ്ട് അതിനെ തൊട്ട് നിങ്ങൾ കാവൽ തേടുക. അവിടെ കുടിപ്പിക്കപ്പെടുന്ന വെള്ളമോ യുസ്കാ മായിൻ സുദീദ്, ദുർഗന്ധമുള്ള ചീഞ്ചലമാണ് അവർക്കുള്ള പാനീയം. ബിഅ്സ ശറാബ്, വളരെ മോശമായ പാനീയമാണത്. അവിടെയുള്ള ഭക്ഷണമോ ഇന്ന ഷജറത സഖൂം തുആമുൽ ലസീം, സഖൂം എന്ന വൃക്ഷമാണ് അവിടെയുള്ള കുറ്റവാളികൾക്കുള്ള ആഹാരം. അത് കഴിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നരകത്തിൻ്റെ പ്രവർത്തികളിൽ നിന്ന്, നരകത്തിലേക്ക് പോകുവാൻ കാരണമാകുന്ന പ്രവർത്തികളിൽ നിന്ന് ഒഴിഞ്ഞു ദൂരത്തായിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന പ്രവർത്തികൾ അധികരിപ്പിച്ച് നന്മകൾ ചെയ്തുകൊണ്ട് മുന്നേറുക. അള്ളാഹുവിന് തൗഫീക്ക് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് മർഹമത്ത് നൽകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉസ്താദന്മാർ, മാതാപിതാക്കൾ, സ്നേഹിതന്മാർ, അവർക്കൊക്കെയും അള്ളാഹു ദീർഘായുസ്സും നമുക്കും അവർക്കും അള്ളാഹുവെ നീ നൽകണേ. നമ്മുടെയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.